പൗലോസാണ് പറഞ്ഞത്, ഇനി ഞാൻ ചിലത് ആജ്ഞാപിക്കാൻ പോവുക. പക്ഷെ ഞാൻ ഈ ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. But in the following instructions, I do not commend you, because when you come together, it is not for the better, but for the worse. നിങ്ങൾ കൂടി വരുന്നത് കൊണ്ട് നന്മയല്ല തിന്മയാണെന്ന് ആണ് പൗലോസ് പറയുന്നത്. എത്ര കഠിനമായൊരു വാക്കാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വാക്യമാണിത്. ഒന്ന് വരുന്നതിൽ നമ്മളിപ്പോൾ സ്നേഹത്തെപ്പറ്റി കേട്ടു, പക്ഷെ അതേ പുസ്തകത്തിലാണ്, അല്ലെങ്കിൽ അതേ എഴുത്തിലാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ആ കൊരിന്ത്യ സഭയെപ്പറ്റി നമുക്കറിയാം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ആ സഭയെ കണ്ട് കൊതിച്ചു, ഒരു വരത്തിലും കുറവില്ലാത്ത സഭ. കാര്യമൊക്കെ ശരി, പക്ഷേ ഒരു വരത്തിലും കുറവില്ലായിരുന്നു. പക്ഷേ ആ സഭയെ നോക്കിയിട്ട് പൗലോസ് പറയുക, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രയാണ്. എത്ര ഭയങ്കര വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നമ്മളിത് അവിടെ കൂടിയിരിക്കുന്നു. നമ്മൾ കൂടി വന്നത് നന്മയ്ക്കോ തിന്മയ്ക്കോ? ഈ കൂട്ടായ്മയിലൂടെ, ഈ കൂടിവരവിലൂടെ വാട്ട് ഈസ് ദ ഔട്ട്കം? ഗുഡ് ഓർ ഈവിൽ? അല്ലേ? തിന്മ എന്നാണ് എഴുതിയിരിക്കുന്നത്. തിന്മ എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? നമുക്കെല്ലാം സഭയെപ്പറ്റി ഒരു ഐഡിയൽ സങ്കല്പമാണ്. ഐഡിയൽ എന്നുള്ള വാക്ക് എന്താണ്? ആദർശപരമായ, ഭാവനാപരമായ, നമുക്കെല്ലാം ഒരു ഐഡിയൽ സങ്കല്പമുണ്ട് ചർച്ചിനെ പറ്റി, ഐഡിയൽ സങ്കല്പമുണ്ട് ഒരു പാസ്റ്ററെ പറ്റി. പക്ഷേ ദ തിങ് ഈസ്, ദർ ഇസ് എ റിയൽ, അല്ലേ, സത്യമായ, പരമാർത്ഥമായ. അപ്പം ഐഡിയൽ ഈസ് ഗുഡ്, പക്ഷേ വാട്ട് ഈസ് ദ റിയൽ സിറ്റുവേഷൻ? നമ്മൾ ഓരോരുത്തരും, എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കും എൻ്റെ ഭർത്താവ് ഒരു ഐഡിയൽ ഭർത്താവാകണം. ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യമാരെ, മക്കളെങ്ങനെയായിരിക്കണം, എല്ലാം ഐഡിയൽ സങ്കല്പങ്ങളാണ്. മാരേജസ്, ഐഡിയൽ മാരേജ് സങ്കല്പം കൊള്ളാം, പക്ഷേ ദ റിയാലിറ്റി ഈസ് വി ആർ ട്രൂ, അത് റിയൽ. നമ്മൾ ശരിക്കുമുള്ള യഥാർത്ഥ സത്യമായ പരമാർത്ഥമായ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അവിടെയാണ് ഒരു ക്രിയേറ്റീവ് ടെൻഷൻ എപ്പോഴും നമുക്കുണ്ട്. അത് സഭയിലായാലും ഉണ്ട്, ബന്ധങ്ങളിലുണ്ട്, ദാമ്പത്യങ്ങളിലുണ്ട്. ഓൾവേസ് ദർ ഇസ് ഒരു ക്രിയേറ്റീവ് ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം, ഒരു സൃഷ്ടിപരമായ ഒരു സമ്മർദ്ദമുണ്ട്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് ഞാനെപ്പോഴും പറയും.